ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനും പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ സർക്യൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൻ്റെ ചില കിടിലൻ ഷോർട്ട് കട്ട് ഞാൻ ഇന്ന് പറയുന്നുണ്ടാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ആദ്യം തന്നെ നമുക്ക് ഒരു കിടിലൻ സർക്യൂട്ട് ഷോർട്ട് കട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ആരംഭിക്കാം. സാധാരണയായി നമ്മൾക്ക് എപ്പോഴും സർക്യൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എൻട്രൻസ് പരീക്ഷകളിൽ ധാരാളമായി ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ KCLും KVLും ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ അവസാനം ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ തെറ്റിപ്പോകുന്നു. കൂടാതെ ഉത്തരം തെറ്റിയാലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾ 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെ എടുക്കുന്നുണ്ടാകും. അത് വളരെ ഒരു നഷ്ടം തന്നെയായി തീരാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ മിൽമാൻസ് തിയറം, ഈ തിയറം വെച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഓരോ ലൂപ്പിലായിട്ട് ഒരു റെസിസ്റ്റർ, ഒരു വോൾട്ടേജ് ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഏതെങ്കിലും റെസിസ്റ്റൻസോ ഇക്വലൻ്റ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ടോ കണ്ടുപിടിക്കാൻ വന്നാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഫോർമുല ഉണ്ട്, അതിൽ ഇട്ടുകൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോർമുല കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ മാജിക്കൽ ഫോർമുല. V equivalent equal to V1/R1 plus V2/R2 plus V3/R3 etc. by 1/R1 plus 1/R2 plus 1/R3 plus etc. ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ടോട്ടൽ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾക്കറിയാം ഓരോ ഈ പാരലൽ സർക്യൂട്ടുകളിൽ വോൾട്ടേജ് ഒക്കെ സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് കിട്ടിയാൽ ബാക്കിയെല്ലാം ഈസിയാണ്. ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഗൈസ്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ R2. ഇവിടെ 28 വോൾട്ട് ഉണ്ട്, 4 ഓം ഉണ്ട്, ഇവിടെ 2 ഓം ഉണ്ട്, ഇവിടെ 1 ഓം ഉണ്ട്, ഇവിടെ 7 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോർമുല പറഞ്ഞിരുന്നു. V equivalent കണ്ടത് ഫോർമുല ഇതാണ്. V equivalent equal to V1/R1 plus V2/R2 plus V3/R3 whole divided by 1/R1 plus 1/R2 plus 1/R3 അല്ലേ ഗൈസ്? അപ്പോൾ ഇവിടെ V1 എത്രയാണ്? 28/4 പ്ലസ് ഇനി ഇവിടെ V2. ഇവിടെ ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 0/2 പ്ലസ് V3 എത്രയാണ്? 7/1 ഹോൾ ഡിവൈഡ് ബൈ ഇതേ നമ്പർ തന്നെ 1/4 പ്ലസ് 1/2 പ്ലസ് 1/1. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്താൽ കിട്ടും. 8 വോൾട്ട് എന്ന് കിട്ടും. ഇനി കറണ്ട് ത്രൂ R2 ആണ് കാണേണ്ടത്. കറണ്ട് ത്രൂ R2. അപ്പം നമ്മൾക്ക് V = IR എന്നറിയാം. അപ്പോൾ R എന്ന് പറയുന്നത് V/I ആണ്. അപ്പോൾ 8 വോൾട്ട് ബൈ 2 ഓം ഈക്വൽ ടു 4 ആംപിയർ. ഈസിക്ക് കിട്ടിയില്ലേ ഗൈസ്? അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ ഇൻ 1 സെക്കൻഡ്. ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 3 × 10⁸, 6.25 × 10⁻18, 9 × 10⁹. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ആംബിയർ എന്ന യൂണിറ്റിൻ്റെ അർത്ഥം എന്താണ്? ആംബിയർ ഈസ് ദ കറണ്ട് ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1 കൂളം പെർ സെക്കൻഡ്. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം വളരെ ഈസി കിട്ടും. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് n = 1 കൂളം ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ എങ്ങനെ കാണാം? 1 ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്ര? ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, കാണാതെ പഠിക്കണം. 1.6 × 10⁻19. ഇത് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 6.25 × 10⁻18. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. അടുത്തതായി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആകുന്ന 2 മെത്തേഡുകളാണ് ഡെൽറ്റ ടു സ്റ്റാർ കണക്ഷനും സ്റ്റാർ ടു ഡെൽറ്റ കണക്ഷനും. ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിരിക്കും കേൾക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തന്നെ ആൻസേഴ്സ് ഇങ്ങനെ ഞൊടിയടിയിൽ കണ്ടുപിടിക്കാൻ ഈ 2 മെത്തേഡും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് ഡെൽറ്റ കണക്ഷൻ. ഇതിനെ നമ്മൾ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യും ചില സമയങ്ങളിൽ. ചിലപ്പോൾ സ്റ്റാറിനെ നമ്മൾ ഡെൽറ്റയിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. സോ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് മാറ്റുമ്പോൾ ഇതാണ് പ്രൊസീജിയർ. R1 = R12 × R13/R12 plus R23 plus R31. ഇതുപോലെ തന്നെയാണ് R2 R3. ഇത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത വഴി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന്. ഇത് നിങ്ങൾ ഇതേപോലെ പാറ്റേണിൽ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ 2 അല്ലേ ഉള്ളത്, അപ്പോൾ 2 വരുന്ന 2ഉം ഗുണിക്കുക. ബാക്കിയെല്ലാം അടിയിലെല്ലാം സെയിം ആണ് അല്ലേ ഗൈസ്?
ഇത് വെച്ച് ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇനി അടുത്തത് സ്റ്റാർ ടു ഡെൽറ്റ. ഗൈസ് ഇതാണ് സ്റ്റാർ ടു ഡെൽറ്റ. സ്റ്റാർ കണക്ഷനെ ഡെൽറ്റയിലേക്ക് മാറ്റുന്നു. അപ്പോഴത്തെ ഫോർമുല നിങ്ങൾ ആലോചിച്ച് നോക്കുക. R12 ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R1 ഇൻറ്റു R2 ബൈ R3. ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് ഇത് നോക്കുക. R23 ഇവിടെ 2ഉം 3 അല്ലേ ഉള്ളത്. അപ്പോൾ R2 പ്ലസ് R3 പിന്നെ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. R2 ഇൻറ്റു R3 പിന്നെ അതിലില്ലാത്ത സംഭവം അതിനെ കൊണ്ട് ഹരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. എൻട്രൻസിൽ അടുത്തതായി ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇവ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ AB ഇൻ ദിസ് ഇൻഫൈനൈറ്റ് ലാഡർ ഈസ്. ഓപ്ഷൻ ഉണ്ട് 4, 3, 2, 1. അപ്പോൾ ഇതിനെല്ലാം ഉള്ളത് ഒരേ പ്രൊസീജിയറാണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ ഈസി ഉത്തരം കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കുക ഗൈസ്. ഇവിടെ 1, 2, 1, 2, 1, 2 ഇങ്ങനെ ഇൻഫൈനൈറ്റ് സാധനം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനെ ഒന്ന് ഷോർട്ട് ആക്കുകയാണ്. 6 വോൾട്ട് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 1 ohm 2 ohm. പിന്നെ ഇതിൻ്റെ ഫുൾ റെസിസ്റ്റൻസ് 6 എന്ന് കണക്കാക്കിയാൽ ഇവിടെയും ഞാൻ 6 എന്ന് എഴുതി. ഇത്രയും ഇൻഫൈനൈറ്റ് ഉള്ള ലാഡറിനെ നമ്മൾക്ക് ഇത്ര എഴുതിയാൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണക്കാക്കാൻ പോവുകയാണ്. R ഈക്വൽ ടു ഇത് പാരലൽ കണക്ഷൻ. അപ്പോൾ 1 പ്ലസ് R1 R2 ബൈ R1 പ്ലസ് R2 2 ഇൻറ്റു R ബൈ 2 പ്ലസ് R അല്ലേ. ഇനി ഈ 2 പ്ലസ് R ഇങ്ങോട്ട് പോകും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 പ്ലസ് R പ്ലസ് 2R ഹോൾ ഡിവൈഡ് ബൈ 2 പ്ലസ് R. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ആക്കിയാൽ മതി. ഈ ആറിനെ 2 പ്ലസ് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2R പ്ലസ് R സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് R പ്ലസ് 2R. ഈ 2Rഉം 2Rഉം കട്ടായി പോകും. ഇവിടെ R സ്ക്വയർ മൈനസ് R മൈനസ് 2 ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. ഇവിടെ നിന്ന് നമ്മൾ ആറിൻ്റെ വാല്യൂ കണക്കാക്കുകയാണ്. ഇതിനെ നമ്മൾക്ക് R മൈനസ് 2 ഇൻറ്റു R പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് R ഈക്വൽ ടു 2 ഓർ R ഈക്വൽ ടു മൈനസ് 1. R ഈക്വൽ ടു മൈനസ് 1 എന്തായാലും ആവില്ല. അപ്പോൾ R ഈക്വൽ ടു 2. ഇത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഉത്തരം തെറ്റിക്കാതിരിക്കുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ക്വസ്റ്റ്യൻ സോൾവ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കണമെന്ന്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ പ്ലാറ്റിനം വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 12 ohm അറ്റ് 273 ഡിഗ്രി സെൽഷ്യസ്. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് പ്ലാറ്റിനം ഈസ്. ഓപ്ഷൻ 273 കെൽവിൻ, 1/273 കെൽവിൻ ഇൻവേഴ്സ്, 1/273 കെൽവിൻ. എനിക്കറിയാം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരുന്നത് ഷോർട്ട് കട്ടുകൾക്ക് വേണ്ടി മാത്രമാണെന്ന്. ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളതും. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ഷോർട്ട് കട്ടാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫ ഈക്വൽ ടു RT മൈനസ് R0 ബൈ R0T. ഇവിടെ R0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് ആണ്. RT എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൽഫ എത്ര, RT എത്ര 20 മൈനസ് R0 എത്ര 10 ഡിവൈഡ് ബൈ R0T. R0 10 ആണ്. T എത്ര 273 കെൽവിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ 20 മൈനസ് 10 10 10/10 ക്യാൻസലായി 1/273. ഇനി നമ്മൾക്ക് ഇതിൻ്റെ യൂണിറ്റും കൂടിയുണ്ട്. ഇവിടെ 1/273 രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഓപ്ഷൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഓപ്ഷൻ കണ്ടിട്ട് അത് കറുപ്പിക്കും. എപ്പോഴും യൂണിറ്റ് ഒന്ന് നോക്കുക. ഇവിടെ യൂണിറ്റ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ടെമ്പറേച്ചർ കണ്ടില്ലേ, ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ നോക്കി മാത്രം നിങ്ങൾ ഒന്ന് കറുപ്പിക്കാൻ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ. ഇത് കീമിലെല്ലാം വരാറുണ്ട്. ഞാനിവിടെ ഇട്ടതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ സോൾവ് ആക്കി വരുമ്പോൾ ആ ഉത്തരം പെട്ടെന്ന് നോക്കുമ്പോൾ ഓപ്ഷനിൽ കാണണമെന്നില്ല. ചിലപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ആക്കിയാൽ ആ ഓപ്ഷൻ കിട്ടുമായിരിക്കും. പക്ഷേ എക്സാം ഹാളിൽ വെച്ച് നമ്മളോട് 10ഉം 13ഉം കൂട്ടാൻ പറഞ്ഞാൽ തന്നെ നമ്മുടെ തല കറങ്ങും. കാരണം ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ സുഖമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ്. ഇവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല. 3/4ഉം 6/8ഉം വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് സീരീസ് ഇത് രണ്ട് പാരലൽ അങ്ങനെ വെച്ച് കണ്ടെത്തിയാൽ മതി. പിന്നെ നിങ്ങൾ പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ ഉറപ്പായും ആലോചിക്കണം 1/r എഴുതണം. കാരണം ഒരുപാട് ഫ്രണ്ട്സ് 1/r എഴുതാതെ സോൾവ് ആക്കി പോകും, എന്നിട്ട് ടൈം വേസ്റ്റ് ആക്കും. അതുകൊണ്ട് ചിലപ്പോൾ 2 റെസിസ്റ്റർ മാത്രമാണെങ്കിൽ നിങ്ങൾ 1/r എഴുതാതെ
ആർ ഈക്വൽ ടു R1 ഈ ഫോർമുല എഴുതുന്നതായിരിക്കും വളരെ സുഖം അല്ലേ. ഇവിടെ R1 എന്ന് പറയുന്നത് 3ഉം 4ഉം 7, R2 എന്ന് പറയുന്നത് 6ഉം 8ഉം 14. ഓക്കെ, ഇനി R1 + R2 7 + 14. ഞാനിവിടെ സോൾവ് ആക്കുന്നത് കണ്ടോ, R ഈക്വൽ ടു 7 × 14. ഞാൻ ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല, കാരണം ഓപ്ഷനിൽ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. 7 + 14 21 ആണ്. അത് ഞാൻ 3 × 7 എന്ന് എഴുതുന്നു. 7 കട്ടായി 14/3. വേഗം ഓപ്ഷൻ കണ്ടു മാത്രം ചെയ്താൽ ഇത്രയും പെട്ടെന്ന് സോൾവ് ആക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനും ഒരു സിമ്പിൾ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. എ റെസിസ്റ്റൻസ് കോയിൽ ഓഫ് 60 ohm is immersed in 42 kg of water. A current of 7 ampere is passed through it. The rising temperature of water per minute is. ഫോർമുല നമുക്കറിയാം, I² RT = mc². ഇന്നലത്തെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഫിസിക്സ് ആണ് ഏറ്റവും ടഫ് എന്ന്. ഞാൻ പറയട്ടെ, ഫിസിക്സ് ടഫ് തന്നെയാണ്, പക്ഷേ ചില ഫോർമുലകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാം. പിന്നെ ചില 1-2 സ്റ്റെപ്പിൽ കൂടി ഉത്തരം കണ്ടുപിടിക്കേണ്ട ചില ക്വസ്റ്റ്യനുകളും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു സീരീസിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ തൽക്കാലം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഫോർമുല ഒന്ന് മാറ്റി എഴുതാം. I² RT/mc. ഇവിടെ സി തന്നിട്ടില്ല, പക്ഷെ സി നമ്മൾക്ക് ചെറുപ്പകാലം തൊട്ടേ പഠിക്കുന്നുണ്ട്. എത്ര? 4200 ജൂൾ kg/K Kelvin. ശരിക്കും പറഞ്ഞാൽ വാട്ടറിൻ്റെ 4186 അങ്ങനത്തെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ എപ്പോഴും 4200 എടുത്താൽ മതി. I², I എത്രയാണ്? 7. അപ്പോൾ 7 × 7 × R എത്രയാണ്? 60. ഇനി T എത്രയാണ്? 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ 1 എന്ന് എഴുതുമോ? ഇല്ല, ഫോർമുലകളൊക്കെ സെക്കൻഡിലാണ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 60/m. ഇനിയോ സി എത്രയാണ്? 4200. ഇനി M 42. ഇനി ഇത് നിങ്ങളൊന്ന് സോൾവ് ആക്കുക. സോൾവ് ആക്കാനൊന്നുമില്ല, 7 × 6 എത്ര വേഗം കിട്ടി അല്ലേ? എല്ലാം ഓപ്ഷനുകളായി. ഇനി ഇതെല്ലാം ഒന്ന് സോൾവ് ആക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ 1°C എന്ന ഉത്തരം കിട്ടും. സിമ്പിൾ അല്ലേ ഗൈസ്? അടുത്തത് ഒരു സിമ്പിൾ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മച്ച് എനർജി ഇൻ kWh ഈസ് കൺസ്യൂംഡ് ഇൻ ഓപ്പറേറ്റിംഗ് 10 bulbs ഓഫ് 50 watt ഈച്ച് ഫോർ 10 hours per day in a month of 30 days. ഓ ഗൈസ്, തൊണ്ടയിൽ വെള്ളം തീർന്നു, കുറച്ച് വെള്ളം കുടിക്കണം. ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. എനർജി ഇൻ kWh ഈക്വൽ ടു പവർ ഇൻ കിലോവാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ്. അപ്പോൾ ആദ്യം ഇവിടെ കാണേണ്ടത് എന്താണ്? ടോട്ടൽ പവർ നമ്മൾ ആദ്യം ഇവിടെ കണ്ടുവെക്കണം അല്ലേ? ടോട്ടൽ പവർ ഈക്വൽ ടു 10 ബൾബ് ഉണ്ട്, 50 വാട്ട് ഉണ്ട്. അപ്പോൾ 10 × 50 500 വാട്ടാണ്, കിലോ വാട്ട് അല്ല. ഇനി എനർജി ഇൻ kWh നമുക്ക് കണ്ടുപിടിക്കാം. പവർ ഇൻ കിലോവാട്ട് 500 kW പറയുമ്പോൾ 1000 ഇൻറ്റു ഇനി ടൈം ഇൻ ഹവർ എത്ര? 30 ഡേയ്സ് ഉണ്ട്, ഒരു ദിവസം 10 മണിക്കൂറുണ്ട്. അപ്പോൾ 30 × 10 ഹവർ ഈക്വൽ ടു 0.0000005 3 × 5 15 150 kWh. ഈസി ക്വസ്റ്റ്യൻ അല്ലേ കൂട്ടുകാരെ? ഇനി ഒരു ഡെൽറ്റ ടു സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചില ക്വസ്റ്റ്യനുകളിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെയധികം ഈസി ആകും. ഇവിടെ ഞാൻ ഫോർമുല നേരത്തെ തന്നിട്ടുണ്ട്. R1 = R12 × R13/R12 + R23 + R13. അപ്പോൾ R12 എത്രയാണ്? 10 ഇൻറ്റു ഇനി R13 5 അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ 10 + 15 + 5. ഇനി ഇവിടെയും അതെ, R2 കണ്ടുപിടിക്കണം, R3 കണ്ടുപിടിക്കണം. 50/30. അപ്പോൾ 50/30 എത്ര? 1.66 ohm. ഇതും നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊരു എക്സസൈസ് ആവട്ടെ. ഇനി നേരെ തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ R12 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണം? R1 + R2 + R1R2/R3. ഞാനിവിടെ സ്റ്റെപ്പ് ചെയ്താം. R1 എത്ര? 1 + 2 + 1 × 2 ഇല്ലാത്തത് ഇത് 3 ഈക്വൽ ടു 1 + 2 3 ആണ്. 3 × 2/3 എത്രയാണ് ആൻസർ? 3.6 ohm. അതുപോലെ തന്നെ നിങ്ങൾക്ക് R23 ഉം R31 ഉം കണ്ടുപിടിക്കാം. അതിൻ്റെ ആൻസർ 11 ohm
5.5 ഓം എന്ന് ഇത് നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതി കണ്ടുപിടിക്കണം എന്നൊരു ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനക്കണക്കായിട്ട് ചെയ്താലും മതി. അടുത്തതായി ഇന്നത്തെ ഡു ഇറ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഓഫ് ദ നെറ്റ്വർക്ക് ഈസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പേന യൂസ് ചെയ്യരുത്. മനക്കണക്കായി ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആദ്യം ചെയ്യുന്ന 3 പേരുടെ നെയിം ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ആക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.